നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. സൂപ്പർ 8-ൽ ഇംഗ്ലണ്ടിനെതിരായ നിർണായക മത്സരത്തിൽ തോൽവി വഴങ്ങിയതോടെ T20 ലോകകപ്പിലെ പാകിസ്ഥാന്റെ സെമി ഫൈനൽ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. എന്നാൽ മൈതാനത്തെ തോൽവിയേക്കാൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് പാകിസ്ഥാൻ ബാറ്റർ ബാബർ അസമിനെതിരെ ഉയർന്നുവരുന്ന കടുത്ത വിമർശനങ്ങളാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും, കൃത്യമായി പറഞ്ഞാൽ തന്റെ കസിനും മുൻ പാകിസ്ഥാൻ താരവുമായ ഉമർ അക്മലിൽ നിന്ന് പോലും ബാബറിന് ഇപ്പോൾ പരിഹാസം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ സെമി ഫൈനൽ സാധ്യതകളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ പാകിസ്ഥാന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം ബാറ്റ് ചെയ്തവർക്ക് 20 ഓവറിൽ 164 റൺസാണ് നേടാൻ കഴിഞ്ഞത്. വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ ടീമിന്റെ സീനിയർ താരമായ ബാബർ അസം 24 പന്തുകളിൽ നിന്ന് 25 റൺസ് മാത്രമെടുത്താണ് പുറത്തായത്. ഈ സ്കോർ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ഇംഗ്ലണ്ട് 2 വിക്കറ്റുകൾക്ക് വിജയിക്കുകയും സെമി ഫൈനൽ ഉറപ്പാക്കുകയും ചെയ്തു. ഇതോടെയാണ് ബാബറിനെതിരെ വീണ്ടും വിമർശനങ്ങൾ ശക്തമായത്. ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഇന്നിംഗ്സ് കളിക്കാൻ ഒരു സീനിയർ താരത്തിന് കഴിയുന്നില്ല എന്നതാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിമർശനങ്ങളുടെ കൂട്ടത്തിലാണ് ഉമർ അക്മലിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത്. ബാബർ അസമിന്റെ കസിൻ കൂടിയായ ഉമർ അക്മൽ ബാബറിനെ പേരെടുത്ത് വിമർശിച്ചില്ലെങ്കിലും അദ്ദേഹം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി എല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു. 2014-ലെ T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ താൻ കളിച്ച മികച്ച ഒരു ഇന്നിംഗ്സിന്റെ ഹൈലൈറ്റ് ആണ് ഉമർ അക്മൽ ഇൻസ്റ്റഗ്രാമിലൂടെ റീഷെയർ ചെയ്തത്. അന്ന് പാകിസ്ഥാൻ 25 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു നിൽക്കുമ്പോഴാണ് ഉമർ ക്രീസിലെത്തിയത്. 54 പന്തിൽ 94 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം പാകിസ്ഥാനെ 191 എന്ന മികച്ച സ്കോറിൽ എത്തിച്ചു. ആ മത്സരത്തിൽ പാകിസ്ഥാൻ 16 റൺസിന് വിജയിക്കുകയും ചെയ്തു. ഉമർ അക്മൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു. വലിയ മത്സരങ്ങളിൽ ടീം തകർന്നു നിൽക്കുമ്പോൾ ഒരു ബാറ്റർ എങ്ങനെ കളിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു ഈ സ്റ്റോറിയിലൂടെ ഉമർ അക്മൽ ചെയ്തത്. ബാബർ അസമിന്റെ ഇപ്പോഴത്തെ പ്രകടനത്തെ ഉമർ അക്മൽ പരോക്ഷമായി പരിഹസിക്കുകയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഉമർ അക്മലിന് പുറമെ മുൻ പാകിസ്ഥാൻ താരങ്ങളായ ഇമാദ് വസീം, മുഹമ്മദ് ആമിർ, അഹമ്മദ് ഷഹസാദ് തുടങ്ങിയവരും ബാബറിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 24 പന്തുകൾ നേരിട്ട ശേഷം അത്തരമൊരു മോശം രീതിയിൽ പുറത്താകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണെന്നാണ് ഇമാദ് വസീം പ്രതികരിച്ചത്. മുമ്പും ഇതുപോലെ പല മത്സരങ്ങളിലും സംഭവിച്ചിട്ടുണ്ടെന്നും ടീം മീറ്റിംഗ് കോളിൽ താരം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഇമാദ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഫോമിലല്ലാത്ത ടീമിലെ പ്രധാന താരങ്ങൾക്ക് ഇനിയും എത്ര അവസരങ്ങൾ നൽകണം എന്നാണ് മുഹമ്മദ് ആമിർ ചോദിക്കുന്നത്. ക്രിക്കറ്റ് ബോർഡ് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടും ചില കളിക്കാരുടെ പ്രകടനത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് അഹമ്മദ് ഷഹസാദും ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ അസ്വാരസ്യങ്ങളെ കൂടിയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇനി പാകിസ്ഥാന്റെ സെമി ഫൈനൽ സാധ്യതകൾ എന്താണെന്ന് നോക്കാം. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് സെമിയിലെത്താനുള്ള സാധ്യതകൾ വളരെ മങ്ങിയതാണ്. കാൽക്കുലേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും മറ്റു ടീമുകളുടെ മത്സര ഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. തങ്ങളുടെ അവസാന മത്സരം മികച്ച മാർജിനിൽ വിജയിച്ചാൽ മാത്രം പോരാ, ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ പരാജയപ്പെടുകയും വേണം. 3 പോയിന്റ് നേടിയാൽ പോലും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ അതൊരു പക്ഷേ മതിയായെന്ന് വരില്ല. ടീമിലെ സീനിയർ താരങ്ങളുടെ ഫോമില്ലായ്മയാണ് ഈ ലോകകപ്പിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായത്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും സ്വന്തം ബന്ധുവിൽ നിന്ന് തന്നെ ട്രോളുകൾ നേരിടേണ്ടി വന്ന ബാബർ അസമിന് ഇനിയും ടീമിൽ കടിച്ചു തൂങ്ങാൻ കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ചോദിക്കുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.